തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. ഇത്തവണയും റിബലായി മത്സരിച്ച് STU നേതാവ് അഹമ്മദ് കുട്ടി കക്കടവത്താണ് 32ാം വാർഡിൽ റിബലായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇതേ ഡിവിഷനിൽ നിന്ന് വിമതനായി മത്സരിച്ച് 96 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്നു. ഇത്തവണയും സീറ്റ് ലഭിക്കാത്തതിനാലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വാർഡ് പ്രസിഡന്റ്, ട്രഷറർ, STU മോട്ടോർ തൊഴിലാളി യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അഹമ്മദ് കുട്ടിയുടെ പേര് വാർഡിലെ പ്രവർത്തകർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും മുതിർന്ന നേതാവിന് സീറ്റ് നൽകുകയായിരുന്നു. തുടർന്ന് വിമതനായി മത്സരിച്ചു. ഇത്തവണ യൂത്ത് ലീഗ് നേതാവ് അയൂബ് തലാപ്പിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വാർഡിലെ ആളുകളുടെ ആവശ്യപ്രകാരമാണ് മത്സരിക്കുന്നതെന്ന് അഹമ്മദ് കുട്ടി പറഞ്ഞു. വാർഡിലെ ആളുകളോട് അഭിപ്രായം ചോദിക്കാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയായിരുന്നുവെന്ന് അഹമ്മദ് കുട്ടി പറഞ്ഞു. താലൂക്ക് ആശുപത്രി, മിനി സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, സബ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങളുള്ള വാർഡാണിത്. പ്രധാന വാർഡായതിനാൽ ലീഗിന്റെ അഭിമാന പോരാട്ടമാണിത്. താൻ മത്സരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും അഹമ്മദ് കുട്ടി പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ 32ാം ഡിവിഷനിൽ നിന്ന് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ പേര് അഹമ്മദ് കുട്ടി കക്കടവത്താണ്. നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞ് അന്നു ചെയ്ത പ്രവർത്തനം വളരെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് വികസന പ്രവർത്തികൾ നാട്ടിലും പൊതുജനങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പല രീതിയിലുള്ളതും അത് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം എൻ്റെ ഡിവിഷനിൽ നിന്ന് 32ാം ഡിവിഷനിൽ നിന്ന് തന്നെയാണ് ഡിവിഷൻ്റെ വാർഡ് വിഭജനത്തോടു കൂടി കുറേ ഭാഗങ്ങൾ പല ഭാഗങ്ങളിലും മാറ്റം വന്നതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ജനങ്ങളുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത്. അല്ല, പാർട്ടി സീറ്റ് തരാത്തത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജനങ്ങളെ അഭിപ്രായം മാനിച്ചുകൊണ്ടും പാർട്ടിയിലെ ഒരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടും അവരെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കഴിഞ്ഞ ഇലക്ഷനെ ഞാൻ നേരിട്ടതും. പക്ഷേ ഈ പ്രാവശ്യവും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പാർട്ടി എനിക്ക് സീറ്റ് തരും എന്നുള്ളതൊക്കെ. പക്ഷെ അത് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പല ആളുകളും ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഈ പാർട്ടി സ്വതന്ത്രനായി മത്സരിച്ചു, ജയിച്ചു, പാർട്ടി എനിക്ക് ഈ പ്രാവശ്യം സീറ്റ് തന്നില്ലേ എന്ന് ചോദിച്ചു. അതെനിക്ക് പാർട്ടി തരേണ്ടതല്ലേ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു പാർട്ടിൻ്റെ തീരുമാനങ്ങളാണ്, അതിപ്പോൾ നമ്മളിപ്പോൾ അതിലെന്താ ചെയ്യാം. പക്ഷെ ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് മത്സരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി 5 വർഷം നല്ല പ്രവർത്തികൾ ഞാൻ ചെയ്തു. അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്, ഞാനല്ല. സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്കാണ് അതിൻ്റെ അവകാശങ്ങളും അത് ചെയ്യാനും ചെയ്തതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവകാശപ്പെടുന്നതും. ഈ തിരഞ്ഞെടുത്ത ജനങ്ങളും അതല്ലാത്ത ജനങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം എൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത്. 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായിരുന്നു. കഴിഞ്ഞ തവണയും റിബലായിരുന്നു, അപ്പോൾ ഇത്തവണയും റിബലാകുന്നത് ഒരു പാർട്ടി പ്രവർത്തകരെ പിന്തുണ ഉണ്ടാവുമോ? അല്ല, എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടീൻ്റെ ആളുകളെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഈ പ്രാവശ്യവും എനിക്ക് പാർട്ടിയിൽ നിന്നുള്ള വലിയൊരു വിഭാഗം ആളുകളെ പിന്തുണകൾ അത് പരസ്യമായിട്ട് ആർക്കും പുറത്ത് പറയാൻ കഴിയില്ല. പക്ഷേ രഹസ്യമായിട്ട് എനിക്ക് പാർട്ടി പ്രവർത്തകരുടെ നിന്ന് അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടും ചെയ്യും എന്നുള്ള നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് പുറമെ മറ്റുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇനി പ്രവർത്തകർക്ക് പുറമെ, പാർട്ടി പ്രവർത്തകർക്ക് പുറമെ മറ്റുള്ള പല ആളുകളിൽ നിന്നും ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള അപാകത കൊണ്ടാണോ മത്സരിക്കുന്നത്? അങ്ങനെ വല്ലതുണ്ടോ? പുതിയ അവിടുത്തെ ഒരു
തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാതി നൽകുന്നില്ല. നിലവിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകളുണ്ട്. അപാകതകൾ എന്താണെന്നുള്ളത് ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിനാണ് അറിയാം. അത് അവർ പരിശോധിക്കേണ്ടതാണ്. ഈ സംബന്ധിച്ച് പാർട്ടിയെ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. പാർട്ടി നേതൃത്വത്തെ ഈ കാര്യങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമ്പോൾ പാർട്ടി നിയമിക്കുന്ന പാർട്ടിൻ്റെ ആളുകൾ അവിടെ വരും. അവർ ഈ വിഷയങ്ങൾ പാർട്ടിയുടെ മേൽഘടകത്തെ അറിയിച്ചിട്ട് ഈ ഡിവിഷനിൽ ഇന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കഴിഞ്ഞ എൻ്റെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പാർലമെൻ്ററി ബോഡി എടുത്ത തീരുമാനപ്രകാരം ആണ് സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നത്. അതേ ഒരു തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പാർലമെൻ്ററി ബോഡികൾ ഇടപെടേണ്ടതായിരുന്നു. അത് ഇടപെട്ടില്ല എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഒരു പ്രതിസന്ധി, ഒരു പ്രയാസങ്ങളുണ്ട്. പാർട്ടി ഞാൻ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ മണ്ഡലം മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ മണ്ഡലം തൊഴിലാളി യൂണിയൻ്റെ STUവിൻ്റെ സെക്രട്ടറിയാണ്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. യൂണിറ്റ് ചെമ്മാട് യൂണിറ്റ് STUവിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഈ 2 തവണയും റിബലാകുമ്പോൾ പ്രവർത്തകർ എത്രത്തോളം അത് പ്രവർത്തകരെ ഞാൻ നേരത്തെ പറഞ്ഞല്ല, പ്രവർത്തകരെ പിന്തുണ കാരണത്താലാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ജനങ്ങളെ താല്പര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ജനങ്ങൾക്ക് അത് ആവശ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾ അതാണ് ഞാൻ ചെയ്ത വികസന പ്രവർത്തികൾ 5 വർഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ. അത് സ്വാഭാവികമായിട്ടും അത് ജനങ്ങളെ ഞാൻ നേരത്തെ പറയില്ല, അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതിൽ ജനങ്ങൾക്കൊരു തീരുമാനങ്ങളുണ്ട്, അത് അവരെടുക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഒരു വിശ്വാസമുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവൃത്തികൾ അതിൻ്റെ വാർഡിലെ ജനങ്ങൾക്കറിയാം. എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് എൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഞാൻ അതിന് വേണ്ടി മാറ്റിവെച്ച പ്രവർത്തനമായിരുന്നു. കാരണം ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ബോധം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ആണ് ആ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു. പാർട്ടിയുടെ ഭാരവാഹികളാരെങ്കിലും പിന്തുണക്കുന്നുണ്ടോ, പ്രവർത്തകരെ പിന്തുണ മാത്രമാണ്? അല്ല, പാർട്ടിയിലെ ഭാരവാഹികൾ ഇതൊന്നും ഇപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വാർഡിലെ പാർട്ടി പ്രവർത്തകരും മറ്റു പ്രവർത്തകരുടെയും എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ട്. വാർഡിലെ എല്ലാ പാർട്ടിയുടെയും മറ്റു ജനങ്ങളുടെയും എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്കുണ്ട്. വിജയശതമാനം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് വിജയിച്ച് വരാൻ ഞാൻ അറിയുന്ന ജനങ്ങളാണ്, എന്നെ അറിയുന്ന ജനങ്ങളാണ്, നിരന്തരം ഞാൻ ബന്ധപ്പെടുന്ന ആളുകളാണ് ഒക്കെ. വാർഡിൻ്റെ പ്രചരണങ്ങൾ ഞാനിപ്പോൾ നമ്മളെ വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ലാതെ, കാരണം എനിക്ക് എന്നെക്കുറിച്ച് അറിയുന്ന ആളുകളാകുമ്പോൾ എനിക്ക് ഓരോ വീടുകളും കേന്ദ്രീകരിക്കാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്നെക്കുറിച്ചറിയാം, എനിക്ക് അവരെയും കുറിച്ചറിയാം, നമ്മൾ നാട്ടുകാരാണ് ഒക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ട്. ഞാനൊരു ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മുന്നണി സ്ഥാനാർത്ഥിയാവുമോ? ടീം പോസിറ്റീവ് എന്നുള്ള പേരിലാണ് LDF മത്സരിക്കുന്നത്, അവരുടെ മുന്നണി സ്ഥാനാർത്ഥിയായി? അല്ല, ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവിടെ പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി കാണുന്നില്ലല്ലോ. അവരൊക്കെ വോട്ടുകൾ നമുക്ക് ആര് തന്നാലും നമ്മൾ സമ്മതിക്കും, അത് സ്വീകരിക്കും. മുന്നണി സ്ഥാനാർത്ഥിയായിട്ടല്ല, LDFൻ്റെ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ ഒന്നുമില്ല. ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. ആളുകളുടെ മറ്റു പിന്തുണകളൊക്കെ എനിക്കുണ്ട്. അതിൽ പല ആളുകളുടെയും പിന്തുണകൾ പറഞ്ഞ പോലെ എല്ലാവരുടെയും പിന്തുണകൾ എനിക്കുണ്ട്. അല്ല, ഞാൻ സമീപിക്കാനും പോയിട്ടില്ല, അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് അവരെ പിന്തുണകളുണ്ട്, പിന്തുണ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അവരെ പിന്തുണകൾ എനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാം. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.